കഴിച്ചേക്കണം. മുഴുവനോ? എന്തേ സൂപ്പർ കൊള്ളാവടി. സൂപ്പർ അമ്മ. അമ്മയും കൂടെ കഴി. അമ്മയ്ക്ക് ഡാഡി വന്നിട്ട് മതി. ഡാഡിന് എന്ന് വരാണ്? ഡാഡി എന്താ വരാത്തത് ഇത്ര നേരമായിട്ട്? കഷ്ണം കഴിച്ചു നോക്ക്. ആ വന്നോ? ബിരിയാണി കഴിച്ചും തുടങ്ങിയ അവിടെ. സൂപ്പർ സൂപ്പർ അല്ലേ? വീട്ടിൽ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അവള് കഴിക്കട്ടടി. പിന്നെ ഈ സൂര്യ ഹോട്ടലിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസാ. ഇപ്പൊ ഭയങ്കര സംഭവമായി പോയല്ലോ ഗ്ലീറ്റോ. അത്രയ്ക്കും പേടിയാണോ ഗ്ലീറ്റോനെ അവർക്ക്? എടി അതായത് ഞാൻ ഇത് എന്നെ സ്വാധീനിക്കാനുള്ള അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ആദ്യ ഘട്ടമാണ് ഇത്. ഇനി കുറച്ച് കാശുമായിട്ട് അടുത്ത നാളെ വന്നിരിക്കും. കൊണ്ടുവന്നാൽ വാങ്ങാതിരിക്കരുത് കേട്ടല്ലേ, മേടിച്ചു വെച്ചോണം. ഇനിയിപ്പോ വേറെ പ്രശ്നത്തിനൊന്നും നിക്കണ്ട കേട്ടോ, ഇത്രയും ബിരിയാണി തന്നതല്ലേ അവര്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എടി യവന്മാരൊക്കെ വെറിട്ടി നിർത്തണം, എന്നാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാണ്ട് നമ്മ എടുത്താ കളിക്കണേ. അപ്പുറത്തോട്ട് കുറച്ച് കൊടുത്തു വിട്ട് എല്ലാരും ഞെട്ടിരിക്കുക. നന്നായി നന്നായി. ഓ എന്റെ അളിയന് വേണേ ഒരു പൊതി അധികം കൊടുക്കാത്തത്. പുള്ളിക്കാരന് സന്തോഷമുണ്ട്, പക്ഷെ അവന് കാണിക്കാൻ മടി, അഭിമാനം. അത് അഭിമാനിയുടെ മോനല്ലേ, പിന്നെ അവൻ കാണിച്ചോട്ടെ. കഴിക്കാം നമുക്ക്. കഴിക്കാന്നേ. എടുക്കട്ടെ എന്നാ. അവള് കഴിക്കട്ടെ, അവൾക്ക് വേണേ ശാലോട് കൊടുക്ക്. കഴിച്ചില്ലേ? കുറച്ച് കഴിയട്ടെ. അവിടെ എല്ലാരും കഴിച്ചോണ്ടിരിക്ക. ഞാൻ അവിടെ ഉള്ളപ്പോ കനകനെ കഴിക്കാൻ ഒരു മടി ഉണ്ടോന്നൊരു സംശയം. ആത്മാഭിമാനി. ഞാൻ മട്ടൻ ബിരിയാണി എടുക്കും, ഇവിടെ മട്ടനാ. അല്ല അതെ, ഈ നെയ്യ് ഇങ്ങനെ പൊരിച്ചിട്ടുള്ള അരിയും ചിക്കനൊക്കെ അല്ലേ, കഴിക്കാം. പക്ഷെ എന്നാലും കുറച്ച് അധികം കഴിക്കണമെങ്കിലേ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ഒരു സുഖമായിരുന്നു അല്ലേ? ഈ ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു അരിഷ്ടം അല്ലേ? ഒരു കാര്യം ചെയ്യും, വിറക് വരയിലോട്ട് ചെല്ലു, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കറിയാടാ, ബിരിയാണി ഓർഡർ ചെയ്താൽ നീ അതൊക്കെ ചെയ്യുന്നത്. അതെ, 2 ഗ്ലാസ്. ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, ഇതെപ്പോ ഇങ്ങനെ വിളിച്ചെല്ലാരും ഇങ്ങനെ ഒപ്പിക്കണം. ഇപ്പോ ഇത് ചില കാര്യങ്ങൾ നമുക്ക് കഴിച്ചങ്ങ് മതിയാവും. ഇതങ്ങനെ കൊതി മാറുന്നില്ല. അല്ലാതെ അതല്ല, അത് ചെറുപ്പം മുതൽ ഇത്തരം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ അത് ഞങ്ങളുടെ ഒരു രീതി. അങ്ങനെ നീയേ 2 ഗ്ലാസും കുറച്ച് വെള്ളവും ഒരു പൊതി ബിരിയാണി ഇങ്ങോട്ട് എടുക്ക. ഇവിടെയോ? പുറത്ത്. അവന്റെ അമ്മൂമ്മയെ ആയിക്കോളാം, നിന്റെ ചേച്ചിയൊക്കെ വലത്താണല്ലോ, എടുത്തിട്ട് വാ. ഗ്ലാസ് അവിടെ ഇരിക്കുന്നു. വിളിച്ചേ, ഞാൻ ആ വർഗ് വരട്ടെ അവിടെ ഉണ്ടാവും. എന്നാ നീ അങ്ങോട്ട് നടന്നോ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം കോരി തീർന്നു. ശകലം പോലും കളയരുത്. 150 രൂപ ഒരു ബിരിയാണിയുടെ വില കേട്ടാ. പെട്ടെന്ന് വാ തങ്ക, എല്ലാം എടുത്ത് കൊടുക്കണേ. വീട്ടിന് വരാൻ വൈകില്ല, എനിക്ക് കഴിക്കണം. വരും. അമ്മ കഴിക്കാമ വാ. സൂപ്പർ. ആ ലേഹം കഴിച്ചാലേ എനിക്ക് ഒരു ബിരിയാണി കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും. അതിപ്പോ കഴിച്ചാൽ മതി, നിനക്ക് ആവശ്യമുള്ളത്. ഒന്നുകൂടെ കഴിക്കാൻ നമ്മുടെ മോൻ കഴിക്കും. ഇവിടെ വെച്ചാ പിന്നെ എങ്ങനെ അവിടെ കിട്ടും? ഒരു ഉത്തരവാദിത്തം ഇല്ല കിട്ടോ. നീ അത് കഴിച്ചേ വേഗം. ഈ അച്ചാറ് കൂട്ടാതെന്താ? അമ്മ നോട്ടെ. ലീറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെച്ചല്ല ചെയ്യേണ്ടത്. കൊച്ചു വെക്കണം കേട്ടോ. അമ്മാവന്റെ കാര്യം ജഗ്ഗും വെള്ളം പറഞ്ഞ എടുത്തോണ്ടതാ. ദൈവമേ, മതി മറന്നിരിക്കുക. അതെവിടെ പോയി?